നമുക്കുള്ള പക്കാ പെർമിറ്റ് 5 കൊല്ലത്തേക്കാണ്. 5 കൊല്ലം കഴിയുമ്പോൾ പക്കാ പെർമിറ്റ് നമ്മൾ റിന്യൂവൽ ചെയ്യണം. അതിന് ആർ ടി ഓഫീസിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ LSOS എന്നുള്ള അത് ഇല്ലാതെയാണ് അടിച്ചു തരുന്നത്. അതില്ലാതെ അടിച്ചു തരുമ്പോൾ വളരെ ദൂരവ്യാപകമായിട്ടുള്ള വളരെ പ്രത്യാഘാതങ്ങൾ അതിൽ ഉണ്ടാകും. LSOSന് 2 മിനിറ്റ് ടൈമാണ്, കിലോമീറ്ററിന് 2 മിനിറ്റ് ടൈമാണ് റണ്ണിങ് ടൈം, ഓർഡിനറിക്ക് 2.5 മിനിറ്റ്. ബസ്സുകാർ തന്നെ വിവിധ തട്ടുകളിൽ നിൽക്കുന്ന അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതെങ്കിലും ഓർഡിനറി സർവീസുകാരൻ എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിൽ കോടതിയിൽ പോയിട്ട് LSOS ഇല്ല, അതിന് 2 മിനിറ്റ് ടൈം പാടില്ല, 2.5 മിനിറ്റ് ടൈം അനുവദിക്കണം എന്നുള്ള ഓർഡർ കോടതിയിൽ നിന്ന് വാങ്ങി വന്നാൽ ഈ LSOSൻ്റെ ടൈം ഇപ്പോൾ 2 മിനിറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് 2.5 മിനിറ്റിലേക്ക് മാറാൻ സാധ്യത വരും. അങ്ങനെ വന്നാൽ ആ പെർമിറ്റ് പിന്നെ ഓടാൻ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു 300 കിലോമീറ്റർ ഓടുന്ന ഒരു ബസ് ഒരു ചാനലിന് പോകാൻ 50 കിലോമീറ്റർ ആണെങ്കിൽ അത് ഇപ്പോൾ നിലവിൽ അത് 100 മിനിറ്റ് കൊണ്ടാണ് ഓടുന്നത്. അത് 125 മിനിറ്റിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ 6 ചാൽ ഓടുമ്പോൾ അത് അവിടെ 2.5 മണിക്കൂർ വ്യത്യാസത്തിലേക്കാണ് അത് മാറ്റം വരിക. ഈ 2.5 മണിക്കൂർ വ്യത്യാസത്തിൽ ഒരു വണ്ടി റീസെറ്റ് ചെയ്ത് വരുമ്പോൾ ആ പെർമിറ്റ് ഒരു കാരണവശാലും ഓടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. കാരണം ഇവിടെ 1 മിനിറ്റ് 2 മിനിറ്റ് പോലും ഒരു ടൈം ക്ലാഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽ ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ 75 മിനിറ്റ് ഒരു പെർമിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നടക്കില്ല. അത് തന്നെയല്ല, രാവിലെ 6 അല്ലെങ്കിൽ 7 മണിക്ക് പുറപ്പെടേണ്ട ബസ് പിന്നെ 5 മണിക്ക് ആവും, 4 മണിക്കാവും. വൈകുന്നേരം 7 മണിക്ക് 8 മണിക്ക് അവസാനിക്കേണ്ട പെർമിറ്റ് 10 മണി 11 മണിക്കാവും ട്രിപ്പ് അവസാനിക്കുക. അത് ജനങ്ങൾക്കത് യാതൊരു ഉപകാരപ്രദമല്ലാത്ത സമയങ്ങളിലാവും ആ പെർമിറ്റ് പിന്നെ ഓടാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, നമ്മൾക്കിവിടെ വീണ്ടും ഒരു ഏകദേശം 2500 2700 3000ൻ്റെ ചുവടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുണ്ട്. ഈ ചുവന്ന പെയിൻ്റ് അടിച്ചുള്ള ബസ്സുകൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്, കേരളത്തിൽ ഓടുന്നുണ്ട്. ഈ ബസ്സുകൾ കാലക്രമേണ നിന്നു പോകും. അപ്പോൾ അത് ഗവൺമെൻറ്റിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്തോന്ന് അറിയുന്നില്ല. അത് വേണ്ട രീതിയിൽ അത് ഇടപെടാത്തത് കൊണ്ടാണോന്നറിയില്ല. അത് വളരെ എത്രയോ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അത്ര തന്നെ ജനങ്ങൾക്കും അത് ദുരിതം ആണ് സമ്മാനിക്കുക. ഈ പ്രൈവറ്റ് ബസ് മേഖല ഉള്ളതിനെ വീണ്ടും അത് ഇല്ലായ്മയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിൽ നിന്ന് പിന്മാറണം ഗവൺമെൻറ്. അത് പഴയപടി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിലനിർത്തി കൊടുക്കേണ്ടതാണ്.